Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് 3 ടിപ്സ് പറയുന്നുണ്ട്. അതായത് മീൻസ് ഞാൻ ആ 3 ടിപ്സും എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് യൂസ് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുമുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഡോറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, വാതിലെന്നാണോ വിളിക്കുന്നത്, അല്ല ഡോറിനെന്നാണ് വിളിക്കുന്നത്. മീൻസ് അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോ നമ്മൾ ചിലവർ ജെൻഡെന്ന് പറയും, ചിലവർ വിൻഡോ എന്ന് പറയും. പക്ഷെ കൂടുതലും ഇതുള്ളത് വിൻഡോ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിൻ്റെ ആൾസോ നമ്മൾ ഉടുപ്പിന് ഡ്രസ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആൾസോ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ എല്ലാം വിളിക്കുന്നത് നമ്മൾ മിക്ക സാധനങ്ങൾക്കും നമ്മൾ ഇംഗ്ലീഷാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിലും അല്ലാതെ കുറേ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസും കൂടെ സംസാരിച്ചാൽ നമുക്ക് കൂടുതലും ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടല്ലോ. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, കണ്ണാടി എടുത്ത് പോയിരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആ സമയത്ത് തോന്നുന്ന ഏതെങ്കിലും ഭാഷ എടുത്ത് ഇങ്ങനെ കാണിച്ചു. മീൻസ് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്നു അതിനെ ട്രാൻസ്ലേറ്റ് അടിച്ച് ആ ഭാഷയിലോട്ട് ആക്കിയിട്ട് ഞങ്ങൾ പറയും. മീൻസ് ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും മതി. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒന്നും മനസ്സിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾസ് വരില്ല. ഇപ്പം നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞാൽ മതി. ലൈക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷിൽ പറയാം. അപ്പം ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര തെറ്റും മിസ്റ്റേക്സ് ഒക്കെ വരും. പക്ഷേ പിന്നെ നമുക്ക് പേടിയാവും. ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം അല്ലേ ഇംഗ്ലീഷ് പറയുന്നത്, അപ്പോൾ അതിനൊക്കെ പേടിയാവും. പിന്നെ ആകുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇങ്ങനെയല്ലേ പഠിക്കുന്നത് കുട്ടികളെ ഒക്കെ. ഫസ്റ്റ് പിന്നെ ആകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വന്നു തുടങ്ങും. പിന്നെ എനിക്ക് ഭയങ്കര സ്റ്റേജ് കയറുമ്പോൾ ഇപ്പോഴും മടിയാ. ലൈക്ക് ഇപ്പോൾ ഇപ്പം ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് പണ്ട് മുതലേ സ്റ്റേജിൽ കയറാൻ എന്താണെന്ന് പണ്ടേ മുതൽ പാടിയാണ്. അതേപോലെ അപ്പോൾ ചിലവർക്ക് ഇംഗ്ലീഷ് പറയാൻ സ്റ്റേജ് കയറി ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് സെറ്റാവും എനിക്ക് പോയി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിററിൻ്റെ അടുത്ത് പോയി മീൻസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ആൾസോ അതുപോലെ ഫസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെ ആകുമ്പോൾ ഫ്ലുവൻസി ആയിക്കോളും. ഓക്കെ, പിന്നെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു 1 year ആകുമ്പോൾ സെറ്റായി. അപ്പോൾ നമുക്കൊരു ബുക്കൊക്കെ 2 ബുക്കൊക്കെ പെട്ടെന്ന് വായിക്കാം. ലൈക്ക് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. അത്രത്തോളം ഫ്ലുവൻസി കിട്ടും തോന്നുന്നു. ആൻഡ് ആൾസോ ഇപ്പോൾ ഞാൻ സിമ്പിൾ സെൻറ്റൻസ് പറയാം, വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ. ലൈക്ക് ഐ ആം ഹംഗ്രി മീൻസ് ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. മോം ഐ ആം ഹംഗ്രി. ലൈക്ക് അമ്മ എനിക്ക് വിശക്കുന്നു ഉച്ചക്കാണെന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ മോം കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ അമ്മമാര് എൻ്റെ മോൻ എന്ത് പറ്റി, എൻ്റെ മോക്ക് എന്ത് പറ്റി, ഇങ്ങനെ ആവും. കാരണം അത് സർപ്രൈസ് പറ്റില്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റൊക്കെ ആകുമ്പോൾ പേടിയും മിസ്റ്റേക്സും വരും. അതൊന്നും നോക്കണ്ട. നമ്മൾ ഫെയിലിൽ നിന്നാണ് സക്സസ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതും. ഫെയിലിൽ നിന്നാണ്, മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ സക്സസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് റൈറ്റ് എ സ്മോൾ ഡയറി. എല്ലാ ദിവസവും എഴുതണം ഇംഗ്ലീഷിലെ. മീൻസ് വലിയ പാരഗ്രാഫൊന്നും എഴുതണ്ട, ജസ്റ്റ് 5 lines. അപ്പോൾ ലൈക്ക് 2 lines 5 lines ഒന്നും അത്രയൊന്നും എഴുതേണ്ട ആവശ്യം അല്ല. അത്രയ്ക്ക് എഴുതി മതി. പാരഗ്രാഫൊന്നും എഴുതേണ്ട ആവശ്യമില്ല. മീൻസ് വേണമെന്നുള്ളവർക്ക് പാരഗ്രാഫ് എഴുതാം, അല്ലാത്തവർക്ക് 5 lines 2 lines. മീൻസ് ഫസ്റ്റ് പേടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത്രയെങ്കിലും എഴുതാം. പേടി പാടില്ലല്ലോ, പക്ഷേ നീട്ടിയിട്ട് വന്നാൽ ഓക്കെ ആയിരിക്കാം. ആൻഡ് ഓൾസോ ഇത് ലൈക്ക് 5 lines or 2 lines എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഇപ്പം ഞാൻ ഇന്ന് സ്കൂളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എഴുതുക ഐ ഗോ ടു സ്കൂൾ ടുഡേ. Then I studied well. I am happy today. I talked to my friends. The teacher teaches me a lesson. That lesson is very interesting. അങ്ങനത്തെ കുറച്ച് വേർഡ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ആ വേർഡ്സൊക്കെ നമുക്ക് മീൻസ് എല്ലാ വേർഡ്സും കൂടെ യൂസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് എഴുതാനുള്ള പറ്റും. മീൻസ് നമ്മൾ റെഗുലർലി ഇംഗ്ലീഷ് ഒരു സ്മോൾ ഡയറിയിൽ ഇംഗ്ലീഷ് എഴുതി തുടങ്ങിയാൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് എഴുതിക്കോളും. നമ്മൾ
ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് ഡെയിലി ലൈഫിൽ മീൻസ് നമുക്ക് ഫ്ലുവൻ്റ്ലി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ എഴുതിയാൽ നമുക്ക് ഫ്ലുവൻ്റ്ലി എഴുതാനും പറ്റും. ലൈക്ക് ഇപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം, ഐ ഗോസ് ടു സ്കൂൾ എന്ന് എഴുതരുത്. ചിലപ്പോൾ അങ്ങനെ ചിലവർ ഫസ്റ്റ് ടൈം എഴുതുന്നുണ്ട്, അപ്പം ചിലപ്പോൾ ഗോസ് ടു സ്കൂൾ ഒരു ഇതാക്കും. പിന്നെ പഠിച്ച് വരുമ്പോൾ ഓക്കെ ആയിക്കോളും. ഗോസ് ടു സ്കൂൾ മീൻസ് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടല്ലോ, സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഗ്രാമറൊക്കെ വരാറുണ്ടല്ലോ, ഗ്രാമർ. അപ്പോൾ മിസ്സും അറിയില്ലേ ഈ ഗോയും വെന്നും ഗോസും. അപ്പോൾ അത് മീൻസ് ആ ക്ലാസ്സിലെ ആ മീൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഗ്രാമേഴ്സ് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെയധികം നന്നായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് മാത്രമല്ല ലൈക്ക് ഓൾ സബ്ജക്ട്സ് ലൈക്ക് ഹിന്ദി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷ് അല്ല, സയൻസ് അങ്ങനത്തെ കുറേ സബ്ജക്ട്സ് ആണല്ലോ. അതിൽ ഫുള്ള് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ മീൻസ് എപ്പോഴും നമുക്ക് ഭയങ്കര നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, സ്കൂളിലെ ടെക്സ്റ്റ്, അത് വായിച്ചാൽ പോലും നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ആ ടെക്സ്റ്റൊക്കെ വായിച്ചാൽ പോലും നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ വരെ പറ്റും. അപ്പോൾ വീട്ടിലിങ്ങനെ പഠിക്കാൻ പറയുമ്പോൾ അങ്ങനെ എടുത്ത് വായിച്ചാലും നമുക്ക് രണ്ട് ഉപകാരങ്ങൾ, പഠിക്കുകയും ചെയ്യും, ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 3. ഓക്കെ, അപ്പോൾ അടുത്ത ടിപ്പ് നമ്പർ 3 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്. വാച്ച് ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഓർ ഈസി വീഡിയോസ് അല്ലെങ്കിൽ മൂവീസ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ മീൻസ് നന്നായിട്ട് ഉപകാരപ്പെടുത്തുന്ന ഒരിതാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുക മലയാളം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മലയാളം മൂവി ഉണ്ടോ, മലയാളം സീരിയൽ, മലയാളം കാർട്ടൂൺസ് കണ്ടാണ് നമ്മൾ മലയാളം നല്ല പോലെ നമുക്ക് അറിയാമെന്നുള്ളത്. മീൻസ് അതുകൊണ്ട് മാത്രമല്ല മലയാളികളായത് ഇങ്ങനെയാണ്, ഇതൊക്കെ കണ്ടും കേട്ടും എഴുതിയും ഇതൊക്കെ ആയിക്കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നത് എഴുതുന്നത് അല്ലേ. അതേപോലെ ഇംഗ്ലീഷും കൂടെ കാണാം, അപ്പം കുറച്ചും കൂടെ മെച്ചപ്പെടാൻ പറ്റും. എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ ഫസ്റ്റ് ടൈം ആകുമ്പോൾ കാർട്ടൂൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് മൂവീസൊക്കെ ഇംഗ്ലീഷ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് സബ്ടൈറ്റിൽസ് ഇട്ട് കാണുക. അപ്പോൾ മലയാളം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കാണുക, എപ്പോഴും മലയാളം നോക്കി വായിക്കരുത്, ഇംഗ്ലീഷും കൂടെ കേൾക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ആയി കണ്ട് വരുമ്പോൾ സബ്ടൈറ്റിൽസ് ഓഫ് ചെയ്ത് അല്ലാതെ കാണുക, ഇംഗ്ലീഷ് മാത്രമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ. അപ്പം ആദ്യം കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് അല്ലാതെയും നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പറയുന്നുണ്ടല്ലോ, മീൻസ് ഇപ്പം മൂവീസ് എടുക്കുക കേട്ടോ, മൂവീസിൽ ക്യാരക്ടേഴ്സ് പറയുന്നില്ലേ, ക്യാരക്ടേഴ്സ് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് സബ്ടൈറ്റിൽസ് എടുത്ത് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതല്ല, മീൻസ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നല്ല പോലെ പഠിക്കാൻ പറ്റും കുട്ടികളെ. അപ്പോൾ ക്യാരക്ടേഴ്സ് പറയുന്ന ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ടൈം നമുക്ക് മനസ്സിലാവും. മീൻസ് കാർട്ടൂൺസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം കാർട്ടൂൺസൊക്കെ നമുക്ക് അറിയാമല്ലോ. നമുക്ക് കാർട്ടൂൺസൊക്കെയാണ് വെരി സിമ്പിളായിട്ടുള്ള വേർഡ്സ് ആണുള്ളത് പറയുന്നത്. പക്ഷെ മൂവീസൊക്കെ മീൻസ് ഞാൻ ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഹാരി പോട്ടർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചില കുറേ വലിയൊരു വേർഡ്സൊക്കെ ഉണ്ട്, എന്തൊക്കെയോ മീൻസ് അതൊരു ഹാരി പോട്ടർ എന്ന് പറയുമ്പോൾ ഹാരി പോട്ടർ ഒരു മാജിക്കൽ സ്റ്റുഡൻസാണ്. കഥ പറയണില്ല, കഥ ഫുള്ളും പറഞ്ഞു കുറച്ച് സമയം എടുക്കും. എങ്കിലും പറയാം, ഒരു ചുരുക്കത്തിൽ ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു വിസാർഡാണ്. അവൻ ഹോഗ്വാർട്സിലോട്ട് പഠിക്കാൻ പോയി, അവൻ മാജിക്കൽ സ്റ്റുഡൻ്റാണ്. അവന് മുതൽ ഫ്രണ്ട്സിനെ കിട്ടിയ റോൺബെൽസി ആൻഡ് ഹെർമിയോണി ഗ്രേഞ്ചർ. പിന്നെ ലാസ്റ്റ് കഥയൊക്കെ കഴിഞ്ഞു. അത് ഫുൾ ഇംഗ്ലീഷാണ്, മലയാളം എക്സ്പ്ലനേഷൻ ആണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് കൊണ്ട് കുറച്ചും കൂടി മെച്ചപ്പെടും. പക്ഷെ അങ്ങനെയല്ല, അത്രയ്ക്ക് മെച്ചപ്പെടുത്തല്ല, എങ്കിലും നമുക്ക് കുറച്ചും കൂടി നല്ല മീൻസ് ന്യൂ വേർഡ്സും പഠിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് പ്രൊനൗൺസിയേഷനും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം മീൻസ് സബ്ടൈറ്റിൽസും കൂടെ ഫസ്റ്റൊക്കെ ഇടാം, പിന്നെ ആകുമ്പം മാറ്റുന്നതും നല്ലൊരു കാര്യമാണ്. ഇതിൽ കൂടെ നമുക്കൊരു സ്കിൽ മീൻസ് ഒരു ഇത് കേട്ട് ഇത് വരുമ്പോൾ ഒരു ക്യാരക്ടേഴ്സ് പറഞ്ഞ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാനും ട്രൈ ചെയ്യാം.
മീൻസ് അതിപ്പോൾ ഒരു ക്യാരക്ടർ പറയും, അപ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കണം. വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ കേട്ടിട്ട് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ ആൾസോ ഇത് കേൾക്കുമ്പോൾ ഒരു പുതിയ സ്കില്ല് നമ്മൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. കാരണം അവിടെ അവരുടെ പ്രൊനൗൺസിയേഷൻ കേട്ട് ആ വേർഡ് മനസ്സിലാക്കിയെടുക്കുമ്പോൾ തന്നെ അതിലൊരിത് അപ്പോൾ നമുക്കൊരു ന്യൂ വേർഡ് മനസ്സിലാവുകയാണ്. പിന്നെ അതിൻ്റെ ആൾസോ നമ്മുടെ പ്രൊനൗൺസിയേഷൻ്റെ മീൻസ് നമ്മൾ പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് ബെറ്റർ ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഓക്കെ ഇത്രയും ഈ വീഡിയോ ഇത്രയും ചെയ്തു. അതിനകത്ത് ഞാൻ എത്ര ഇംഗ്ലീഷ് പറഞ്ഞെന്നു, ഞാൻ പ്രൊനൗൺസിയേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ട്രൈ ഫ്ലുവൻസി അങ്ങനെ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് ഞാനിത് പറഞ്ഞു. മലയാളം ഇംഗ്ലീഷ് ഞാൻ മിക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പോലും ഇംഗ്ലീഷ് ഞാൻ വളരെയധികം നന്നായിട്ട് പറയുന്നത്. ഞാൻ നന്നായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യണം. മീൻസ് ഇംഗ്ലീഷ് പറയാനും എഴുതാനൊക്കെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നു. ആൻഡ് ആൾസോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടിപ്പ്. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് മീൻസ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ലൈക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. മീൻസ് എൻ്റെ വോയിസ് ഓവർ തുടക്കാൻ വിചാരിച്ചു. എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടക്കം മുമ്പേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പം ഞാൻ ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ടിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുക. ജസ്റ്റ് ഫോർ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര വർക്കൗട്ടായ ആൻഡ് ആൾസോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു. ആൻഡ് ആൾസോ ഐ ആം ഗുഡ് ഇൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് മീൻസ് ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്കുണ്ട്. എനിക്ക് ഐ ആം വെരി ഹാപ്പി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്കിലും ഞാൻ പറയാം, ഇത്രയും ഞാൻ ടിപ്സ് ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്കുണ്ട്. ആൻഡ് ആൾസോ വൺ തിങ് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾക്ക് നല്ല മാർക്ക് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. ആൻഡ് ആൾസോ പലപ്പോഴും വീട്ടിൽ ഇരുന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിക്കും. അപ്പോൾ വീണ്ടും ബെറ്റർ ആയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.